ഹലോ എവരിവൺ, അടുത്ത സെക്ഷനാണ് സെക്ഷൻ 131. 131 എന്ന് പറയുന്നത് വോളണ്ടറി റിവിഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ബോർഡ്സ് റിപ്പോർട്ടാണ്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ അത് സ്വമേധയായി കമ്പനി തന്നെ അല്ലെങ്കിൽ കമ്പനിയുടെ ഡയറക്ടേഴ്സ് തന്നെ ട്രൈബ്യൂണലിനെ അപ്രോച്ച് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു ധാരണയുണ്ട്. പ്രിപ്പയർ ചെയ്ത ബോർഡ് റിപ്പോർട്ട് ആസ് പെർ സെക്ഷൻ 134 പ്രിപ്പയർ ചെയ്ത ബോർഡ് റിപ്പോർട്ടിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത സെക്ഷൻ 129 പ്രകാരം പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലോ എന്തോ പ്രശ്നമുണ്ട്, അത് അവർക്ക് തിരുത്തണം എന്ന് പറഞ്ഞു വോളണ്ടറി ആയിട്ട് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ട്രിബ്യൂണലിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ് സെക്ഷൻ 131. ഇവിടെയും തിരുത്തൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലും ബോർഡ് റിപ്പോർട്ടിലും തിരുത്തൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ട്രൈബ്യൂണലിനെ അപ്രോച്ച് ചെയ്യുന്നത് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇവിടെ ട്രൈബ്യൂണലിനെ ഒരു അപ്രോച്ച് ചെയ്യുമ്പം ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചുകൊണ്ട് അപ്രോച്ച് ചെയ്യണം. ട്രൈബ്യൂണലിന് ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രൈബ്യൂണൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റിനും ഇൻകം ടാക്സ് അതോറിറ്റീസിനും നോട്ടീസ് അയക്കും. ഇങ്ങനെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ട്രൈബ്യൂണലിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ബോർഡ് റിപ്പോർട്ടും അവർക്ക് തിരുത്തണം എന്നുള്ള ആവശ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ട്രൈബ്യൂണൽ ആർക്ക് നോട്ടീസ് അയക്കും? സെൻട്രൽ ഗവൺമെൻറ്റിനും ഇൻകം ടാക്സ് അതോറിറ്റിക്കും മാത്രമേ അയക്കത്തുള്ളൂ. ഈ സെക്ഷനിൽ ഇവർ രണ്ടുപേർക്കും മാത്രമേ അയക്കത്തുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ട്രൈബ്യൂണൽ ഈ നോട്ടീസിൽ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനോ ഇൻകം ടാക്സ് അതോറിറ്റീസിനോ ഇതിനെ ചൊല്ലി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക. അതും കരുതിലാക്കിയിട്ടായിരിക്കും ട്രൈബ്യൂണലായ ഞാൻ ഓർഡർ പാസ്സാക്കാൻ പോകുന്നത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വോളണ്ടറി ആയിട്ട് റിവിഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ഞാൻ പാസ്സാക്കാൻ പോകുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഇവിടെ ആരാണ് റിവിഷന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്നത് ട്രൈബ്യൂണലിനെ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കമ്പനിയുടെ. അവരുടെ വിചാരം എന്താണ്? ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് സെക്ഷൻ 129 പ്രകാരമല്ല, അല്ലെങ്കിൽ കമ്പനിയുടെ ബോർഡ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് സെക്ഷൻ 134 പ്രകാരമല്ല. അപ്പോൾ ഞാൻ വായിക്കുകയാണ് പേജ് നമ്പർ 9.15. Preparation of revised financial statement or revised report on the approval of tribunal. If it appears to the directors of a company that the financial statement of the company or the report of the board do not comply with the provisions of section 129 or section 134, they may prepare revised financial statement or a revised report in respect of any 3 preceding financial year. അപ്പോൾ ഇവിടെ 8 വർഷമല്ല, ഇവിടെ any 3 ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എനി 3 എന്നാണ് കൊടുത്തിരിക്കുന്നത്, ബട്ട് യഥാർത്ഥത്തിൽ ഇൻ്റർപ്രിട്ടേഷൻ പർപ്പസിൽ ഇമ്മീഡിയറ്റ്ലി പ്രിസൈഡിങ് 3 years ആണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഒരു വർഷം റിവൈസ് ചെയ്യുന്ന വെച്ചോ, ഇമാജിൻ ഇറ്റ് ഇസ് 2017-18. അപ്പം ബാലൻസ് ഷീറ്റിലെ ഫിഗേഴ്സ് മാറി ആണല്ലോ. 2017-18 ബാലൻസ് ഷീറ്റിലെ ഫിഗേഴ്സ് മാറി, എന്നാൽ 18-19 ഓപ്പണിംഗ് ബാലൻസ് മാറത്തില്ലേ? ചുരുക്കത്തിൽ പറഞ്ഞ ഒരു കാസ്കേഡിംഗ് ഇഫക്റ്റ് വരത്തില്ലേ? വെൻ യു ചേഞ്ച് വൺ ഫിനാൻഷ്യൽ ഇയേഴ്സ് statements, it should have an impact on the subsequent financial year statement also, because closing balances are carried forward as opening balances in the next financial year. So the interpretation that is usually given is any 3 financial years is considered as immediately preceding 3 financial years. Did you understand? So, revised report in respect of any 3 preceding financial years after obtaining approval of the tribunal on an application made by the company in such form and manner as may be prescribed. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കും. ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് റെപ്രസെൻറ്റേഷൻ ആരുടെയും ചോദിക്കും ട്രൈബ്യൂണൽ. സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും പിന്നെ ഇൻകം ടാക്സ് അതോറിറ്റീസിൽ നിന്നും റെപ്രസെൻറ്റേഷൻ ചോദിക്കും. റെപ്രസെൻറ്റേഷൻ കൂടെ കരുതലാക്കിയിട്ടായിരിക്കും ഓർഡർ പാസ്സാക്കുന്നത്. ടു റിവൈസ്, tribunal will pass the order to revise. See, once the order is passed by the tribunal giving the go ahead to the company to revise their financial statements or board report, what the company must do is, once the company receives the order from tribunal, it has to file a copy of the order to registrar of the company. registrar ROCക്ക് ഇത് അയച്ചു കൊടുക്കണം. യഥാർത്ഥത്തിൽ 30 ദിവസത്തിനുള്ളിൽ അയച്ചു കൊടുക്കണം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയണ്ട, നിങ്ങളുടെ ബുക്കിൽ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല, അതാണ്. ആൻഡ് എ കോപ്പി ഓഫ് ദി ഓർഡർ പാസ് ബൈ ദ ട്രൈബ്യൂണൽ ഷാൽ ബി ഫൈൽഡ് വിത്ത് ദ രജിസ്ട്രാർ എന്ന് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? തൊട്ട് താഴെ ട്രൈബ്യൂണൽ ടു സെർവ് ദ നോട്ടീസ്. പ്രൊവൈഡഡ് ദാറ്റ് ദ ട്രൈബ്യൂണൽ ഷാൽ ഗിവ് നോട്ടീസ് ടു ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദി ഇൻകം ടാക്സ് അതോറിറ്റി ആൻഡ് ഷാൽ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ റെപ്രസെന്റേഷൻസ് ഇഫ് എനി മേഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് അതോറിറ്റീസ് ബിഫോർ പാസിംഗ് എനി ഓർഡർ അണ്ടർ ദിസ് സെക്ഷൻ. അടുത്ത പേജ് 9.16. നമ്പർ ഓഫ് ടൈംസ് റിവിഷൻ ആൻഡ് റീകാസ്റ്റ്. ശ്രദ്ധിച്ച് കേൾക്കുക, എത്ര തവണ ഒരു വർഷത്തിൽ നമുക്ക് ഇങ്ങനെ റിവൈസ് ചെയ്യാൻ പറ്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ബോർഡ് റിപ്പോർട്ടും? ഒരു വർഷത്തിൽ only once you can revise any previous financial year's board report or financial statement. You cannot revise more than 1 financial year's ബോർഡ് റിപ്പോർട്ട് ഓർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എനി ഗിവൺ ഫിനാൻഷ്യൽ ഇയർ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു റിവിഷനെ സംഭവിക്കാൻ പറ്റത്തുള്ളൂ, അതേ ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ രജിസ്ട്രാറിന്. സി പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് സച്ച് റിവൈസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ റിപ്പോർട്ട് ഷാൽ നോട്ട് ബി പ്രിപ്പയർഡ് ഓർ ഫൈൽഡ് മോർ ദാൻ വൺസ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ.
മീനിങ് only once you can revise in 1 year. ഒരു ഫിനാൻഷ്യൽ ഇയർ ഒരു പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ റിവിഷൻ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ചെയ്യാൻ പറ്റും. അടുത്ത ഫിനാൻഷ്യൽ ഇയർ അതിൻ്റെ റിവിഷൻ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ചെയ്യണം. ക്ലിയർ ആയോ? ഇനി പറയുന്നത് ശ്രദ്ധിച്ചേട്ടോ, നിങ്ങൾ എന്തിനാണ് ഈ റിവിഷൻ നടത്തിയത് എന്നുള്ള കാരണം, റീസൺസ്, യു മസ്റ്റ് ഡിസ്ക്ലോസ് ഇറ്റ് ഇൻ ദ കറണ്ട് ഇയർ ബോർഡ് റിപ്പോർട്ട്. അപ്പം നിങ്ങൾ റിവൈസ് ചെയ്ത ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 2016-17 ആണ്. നിങ്ങൾ ഇരിക്കുന്ന കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 2019-20 ആണ്. എന്നാൽ 2019-20 ബോർഡ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ 2018-17 ബോർഡ് റിപ്പോർട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും വോളണ്ടറി ആയിട്ട് സെക്ഷൻ 131 റിവൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീസൺസ് ഇതൊക്കെയാണ്. റീസൺസ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ ഇട്ടപ്പോൾ തെറ്റിപ്പോയി, അങ്ങനെ എന്തെങ്കിലും റീസൺസ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഗിവ് ദ റീസൺസ് ഇൻ ദ കറണ്ട് ഇയർ ബോർഡ് റിപ്പോർട്ട്. ക്ലിയർ ആയോ? പ്രൊവൈഡഡ് ഓൾസോ ദാറ്റ് ഡീറ്റെയിൽഡ് റീസൺസ് ഫോർ റിവിഷൻ ഓഫ് സച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ റിപ്പോർട്ട് ഷാൽ ഓൾസോ ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബോർഡ്സ് റിപ്പോർട്ട് ഇൻ ദ റെലവൻറ്റ് ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് റിവിഷൻ ഇസ് ബീങ് മെയ്ഡ്. തൊട്ട് താഴെ ലിമിറ്റ്സ് ഓഫ് റിവിഷൻ, ദാറ്റ് ഇസ് to what extent can you revise? You can only revise to the extent that the financial statements don't comply with section 129 or the board report don't comply with section 134. See, where copies of the previous financial statements or report have been sent out to members or delivered to the registrar or laid before the company general meeting, the revisions must be confined to the corrections in respect of which the previous financial statement or report do not comply with the provisions of section 129 or section 134 and the making of any necessary consequential alternation. Did you understand? ഇനി സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ റിവിഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഏതൊരു റൂൾസും ഫ്രെയിം ചെയ്യാമെന്നാണ് അടുത്ത തേർഡ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രെയിമിംഗ് ഓഫ് റൂൾസ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഇൻ റിലേഷൻ ടു റിവൈസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഡയറക്ടേഴ്സ് റിപ്പോർട്ട്. അതിൽ ആർക്കൊക്കെ ചുമതലയുണ്ട്? അതായത് ഓഡിറ്റർ ഇനി ഒരു സെപ്പറേറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കണം. കാര്യം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റിവൈസ് ആയി, ദാറ്റ് മീൻസ് ഹിസ് ഓഡിറ്റ് റിപ്പോർട്ട് വാസ് ബേസ്ഡ് ഓൺ റോങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നൗ ഹി ഹാവ് ടു ഗിവ് അനദർ ഓഡിറ്റ് റിപ്പോർട്ട്. അങ്ങനത്തെ പല കാര്യങ്ങളും റൂൾസ് ആയിട്ട് ആർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും? സെൻട്രൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പവറുണ്ട്. ദ സെൻട്രൽ ഗവൺമെൻറ് മേ മേക്ക് റൂൾസ് as to the application of the provisions of this act in relation to revised financial statements or revised directors report, and such rules may in particular make different provisions according to which the previous financial statements and report are replaced or supplemented by a document indicating corrections to be made. അപ്പോൾ വേണമെങ്കിൽ റൂൾസ് എന്തിനെയൊക്കെ പറ്റിയിട്ടുണ്ടാകാം? ഒന്നെങ്കിൽ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഡോക്യുമെൻറ്റ്സ്, അതായത് പ്രീവിയസ് ബോർഡ് റിപ്പോർട്ടും പ്രീവിയസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും റീപ്ലേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റൂൾസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ അഡീഷണൽ ഡോക്യുമെൻറ്റ്. അതുകൂടാതെ ബി പോയിന്റിൽ ഓഡിറ്ററിൻ്റെ ജോലി എന്താണ്? ഈ റിവൈസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ മേളിൽ ഓഡിറ്ററിൻ്റെ ജോലി എന്താണ്? ഡയറക്ടേഴ്സിൻ്റെ ജോലി എന്താണ്? റിക്വയർ ദ ഡയറക്ടേഴ്സ് ടു ടേക്ക് സച്ച് സ്റ്റെപ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ റൂൾസ് ആർക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റും? സെൻട്രൽ ഗവൺമെൻറ്റിന് ഫ്രെയിം ചെയ്യാൻ പറ്റും. ആസ് അണ്ടർ ദിസ് സെക്ഷനിൽ പവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.